8ാം ബ്ലോക്കിൽ ഇന്നലെ നടന്ന സംഭവത്തെ കുറിച്ച് എന്താ കറക്റ്റ് റിപ്പോർട്ട് തരായിരുന്നത്? മോളിന്ന് ചോദിക്കുമ്പോ സമാനം പറയേണ്ട ഞാനാ. തനിക്കൊക്കെ വാപിടിച്ച് നിന്നാ മതി. ഇനി ഇത് ആവർത്തിച്ച തല തൊപ്പ് കാണില്ല, സൂക്ഷിച്ചോ. സാർ സെക്യൂരിറ്റി പ്രശ്നമുള്ള പുള്ളിയാണ്. ഇവിടെ കൊണ്ടുവരാനാണ് കോടതി ഓർഡർ. സബ് ജയിലിൽ കൊള്ളാത്ത പുള്ളിയാണ് നീ അല്ലേ? ആചാരവെടി മുഴക്കി തന്നെ ആയിക്കോട്ടെ നിന്റെ ഗൃഹപ്രവേശം. എന്താ സുഖം തന്നെയല്ലേ? അതെ അതെ. നിങ്ങൾക്കൊക്കെ എന്തിന്റെ കുറവാ? നമുക്കല്ലേ പ്രശ്നം. വീട്ടിൽ ചെന്ന അവിടെ പ്രശ്നം, ഇവിടെ വന്ന ഇവിടെ പ്രശ്നം. ആഹാരം കഴിച്ചു ഉറങ്ങാൻ തുടങ്ങിയായിരിക്കും അല്ലേ? അകത്ത് കിടക്കേണ്ടതെല്ലാം പുറത്ത് കിടന്ന് വിലസുക. അല്ലടാ സേതുട്ടി? സാർ ഞാൻ മൊയ്തൂട്ടിയാണ്. രണ്ടും കണക്കിന്റെ ചക്ക. നിന്നെയാണ് വിളിച്ചത് എനിക്ക് മനസ്സിലായല്ലോ. ഓ, നിന്നെയാണ് വിളിച്ചത് എനിക്ക് തോന്നിയില്ലല്ലോ. ഇല്ല സർ. ഇല്ല. എന്താ എന്റെ പേര്? വിഷ്ണു. എന്റെ അമ്മേ, ഭഗവാനാണല്ലോ. എന്താ നിന്റെ വകുപ്പ്? വിഗ്രഹമോഷണം, ബെൽറ്റ് ബോംബ് നിർമ്മാണം, വിമാന റാഞ്ചൽ, ഏതാ? കൊലക്കുറ്റാണ് സർ. വെരി ഗുഡ്. എത്ര എണ്ണത്തിനെ തട്ടി നീ? ഓ, അതാതെ കൊന്നത് നീയാണല്ലേ? എന്റെ ഭഗവാനെ, ഇങ്ങനെ തലയ്ക്ക് കയ്യും വെച്ച് സുഖമായിട്ട് അനന്തശയനം മാതിരി കിടന്നോളൂ ഭഗവാനെ. ഞാൻ പുറത്തുണ്ട് സേതുട്ടി. സാർ ഞാൻ മൊയ്തൂട്ടിയാണ്. ഒറ്റ വീക്ക് വെച്ചേരി ഞാൻ. ഭഗവാൻ എടുത്തിട്ട് നോക്കില്ല. സേതുട്ടി മൊയ്തുട്ടി മൺവട്ടി. ഇവിടെ ഉള്ളതിൽ ഏറ്റവും മനുഷ്യപ്പെട്ടുള്ള വാർഡനാ തമ്പി സാർ. ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നടക്കും. എല്ലാവരോടും സ്നേഹമാ. നിങ്ങൾ ആരാ അയാളുടെ? കല്യാണം കഴിക്കാതിരുന്ന കുട്ടിയാണ് സർ. ഞാൻ വിഷ്ണുവിന്റെ ഫ്രണ്ടാണ്, ജെയിംസ്. അഡ്വക്കേറ്റ് പത്മജ മേനോനോട് സംസാരിച്ചു. കേസ് അവർ ഏറ്റെടുത്തു. ദിവാകരായിട്ട് ഏർപ്പെടുത്തിയതാണ്. പേടിക്കാനൊന്നുമില്ല, രക്ഷപ്പെടുത്താമെന്ന് അവര് പറഞ്ഞിരിക്കുന്നേ. വരുന്നത് പോലെയൊക്കെ വരട്ടെ. അങ്ങനെ തളരരുത്. കേസ് നടത്താനൊക്കെ ഒരുപാട് കാശ് വേണ്ട ജെയിംസ്. അതൊന്നും വിഷ്ണുവേട്ടൻ അറിയണ്ട. കാശൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടാക്കും. എനിക്ക് നല്ല വിശ്വാസമുണ്ട് വിഷ്ണുവേട്ട. വിഷ്ണുവേട്ടൻ ഒന്നും സംഭവിക്കില്ല. അഡ്വക്കേറ്റ് വന്ന് ചോദിക്കുമ്പോ എല്ലാം തുറന്നു പറയണമെന്ന് അവര് പറഞ്ഞു. അറിയാതെ പറ്റിപ്പോയത്. അതിനും വലിയ തെറ്റാ ഞാനിപ്പോ സൂസനോട് ചെയ്തിരിക്കുന്നത്. വെറുതെ താലി നീട്ടി ആശിപ്പിച്ചു. വിഷ്ണുവേട്ടൻ എനിക്ക് നീട്ടിയ മിന്ന് മാതാവിന്റെ കാൽക്കൽ സൂക്ഷിച്ചിരിക്കുക ഞാൻ. എനിക്ക് ഉറപ്പുണ്ട് ആ ഭാഗ്യം എനിക്ക് കിട്ടുമെന്ന്. ഗുരുദാദയും കല്ലൻ രാഘവനും കേട്ടിട്ടുണ്ടോ നീ? ഞാനാണ് കല്ലൻ രാഘവൻ. നീ വിഷ്ണു, ഗുരുദാദയെ കൊന്നവൻ. ഈ ചങ്ങല അഴിക്കുന്ന ദിവസം നിന്നെ ഞാൻ കാണേണ്ട രീതിയിൽ കാണും. കണക്ക് തീർക്കും. ഓർത്തോ? ഒന്നോട്ടും ഭയപ്പെടാനില്ലെന്നാ അഡ്വക്കേറ്റ് പറയുന്നത്. നമ്മുടെ നാടിന്റെ സാംസ്കാരിക പൈതൃകത്തിന് കളങ്കമേറ്റുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്, പ്രത്യേകിച്ച് യുവതലമുറയ്ക്ക് പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ധാർമ്മിക മൂല്യങ്ങൾക്ക് ചുടി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ സ്ഥാനാർത്ഥത്തിലൂടെ മോഹന വാഗ്ദാനങ്ങൾ ഒന്നും തന്നെ ഞാൻ നിങ്ങൾക്ക് തരുന്നില്ല. എന്നാൽ കഴിയുന്ന എല്ലാ നന്മകളും നാടിനു വേണ്ടി, നാട്ടാർക്ക് വേണ്ടി, തൊഴിലാളികൾക്ക് വേണ്ടി ചെയ്യുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു. ആവേശം തോന്നുന്നില്ലേ? എനിക്ക് തോന്നുന്നു. നിനക്കോ? നാടിന്റെ യുവതലമുറയുടെ എന്റെ അമ്മയെ കള്ളം പറഞ്ഞ് ശീലിക്കാണ് ഇഷ്ടം. ഖജനാവ് വെട്ടി വിഴുകണ്ടേ? കല്ലൻ രാഘവനും ഗുരുദാദയും ഒരു മുറിയിലായിരുന്നു. ഇവിടെ ശല്യം കുറയ്ക്കാനാണ് അങ്ങനെ ഇട്ടത്. വാർഡർമാർക്ക് വരെ പേടിയാ. ഗുരുദാദയെ കൊന്ന ആളാണ് ചേട്ടനെന്ന് അറിഞ്ഞപ്പം ഇവിടെ ഉള്ളവർക്കെല്ലാം ഭയങ്കര ബഹുമാനമാ.
എന്താ രാഘവൻ രാവിലെ പറഞ്ഞത്? ചങ്ങല അഴിക്കുമ്പോ കണക്ക് തീർക്കുന്നു. ചേട്ടാ സൂക്ഷിച്ചു നോണം, എന്തിനും മടിക്കാത്തവനാ. ഇനി എന്തോന്ന് സൂക്ഷിക്കാനാ മൊയ്തൂട്ടി? നിന്നൊക്കെ സൂക്ഷിക്കാൻ എനിക്കറിയാം. എന്താടാ സേതുട്ടി അവൻ പറഞ്ഞേ? സേതൂട്ടി അല്ല സാർ, മൊയ്തൂട്ടിയാണ്. ഓ, എന്താടാ ഇവൻ പറഞ്ഞെന്ന്? ഒന്നും പറഞ്ഞില്ല. എന്നാ ഞാൻ കേട്ടതായിരിക്കും. അല്ല ഭഗവാനെ, നിനക്ക് സിനിമയിൽ അഭിനയിച്ചൂടെ? ടിവിയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഊലേ, വെറുതെ അല്ല നിന്നെ കൂടെ കൊടുത്തിട്ടിരിക്കുന്നത്. ഒരു ടി വിക്കാരന്റെ കുറവ് പൊട്ടി ഉണ്ട്. ടി വിയിൽ അഭിനയിക്കേ? അയ്യടാ. എന്താ ഇത്? കഴിവാടെ മോനെ. കേസ് ഹിസ്റ്ററി വായിച്ചപ്പോ ഞാൻ ഇങ്ങനൊന്നുമല്ല തന്നെ പറ്റി ധരിച്ചത്. അടിയുണ്ടാക്കി ആയുഷ്കാലം മുഴുവൻ ഇവിടെ കിടക്കേണ്ടവനാണ് താനെന്ന് ഇപ്പൊ തോന്നുന്നു. കുളിച്ചാൽ തന്നെ ഞെക്കി കൊല്ലാൻ വന്നു സാർ. രക്ഷപ്പെടാൻ വേണ്ടി അടിച്ചുപോയി. ക്ഷമിക്കണം. ഹീസ് എ ബോൺ ക്രിമിനൽ. ഐ ഡോണ്ട് തിങ്ക് യു ആർ. മനസ്സിലായോ സാർ? തമ്പി സാർ. കൊണ്ടുപോയി മരുന്നിപ്പിക്കേ. യെസ് സാർ. വോട്ട് ചോദിക്കാൻ വന്നതല്ല സുസന്നെ, ചെയ്യാവുന്നതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. അറിയാം. കുടിക്കാൻ എന്തെങ്കിലും? വേണ്ട കുഞ്ഞെ, നിന്റെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം മേടിച്ചു കുടിക്കാൻ ഞാൻ വരും, വിഷ്ണുവിനെയും കൊണ്ട്. അത് പറയാനാ ഞാൻ വന്നത്. മോള് കരയരുത്, എല്ലാം ശരിയാവും. ജെയിംസ് വരാറുണ്ടല്ലോ, ഞാൻ വരട്ടെ.